ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, ஆஃபீஸர் ஆன் டியூட்டி சீன் 3 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 2 வரைக்கும் நம்ம அப்லோட் பண்ணியிருக்கோம். வந்து பார்த்தீங்கன்னா ஒரு கிரைமில் வந்து ஒரு எப்படி சொல்கிறது, ஒரு ஜொல் வந்து பார்த்தீங்கன்னா ஃபேக்லேருந்து ஆரம்பித்து அப்படியே வந்து பார்த்தீங்கன்னா ஒரு கிரைம் வரைக்கும் வந்து போயிருக்கு. அந்த ஃபர்ஸ்ட் வந்து ஒரு ஆஃபீஸர் வந்து செத்துருப்பாரு. அதுக்கு உண்டான விளக்கம் வந்து தெரியல. அடுத்து வந்து பார்த்தீங்கன்னா விசாரிக்கும் போது ஜெகதீசன் சார் பொண்ணு வந்து பார்த்தீங்கன்னா தூக்கில் வந்து தொங்கியிருப்பாங்க. அதுவும் வந்து பார்த்தீங்கன்னா, ஒரு த்ரில்லிங்காவே இருக்கு. ஏன்னா, அவருக்கு வந்து பார்த்தீங்கன்னா, அது பார்த்தோனே வந்து குஞ்சுகோபன் சாருக்கு வந்து படபடன்னு வந்து வேர்த்துரும். என்னன்னு சொல்லிட்டு தெரியல. என்ன நெனச்சிருக்கான்னு சொல்லிட்டு தெரியல. அடுத்த சீன் வந்து பார்த்தா தான் சொல்லிட்டு தெரியும். ஓகே, இந்த வீடியோக்குள்ள போய் பார்ப்போம். பார்த்துட்டு அதுக்கப்புறம் அத பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி இன்னும் நீங்க யாரும் நம்ம சேனல் வந்து சப்ஸ்கிரைப் பண்ணா கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள போலாம். എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ഷാബു. ശരി, നീ വിളി. ഓ ഹരി, വെള്ളം കുടിക്കും. ഓയ് ഹരി, അവൾക്ക് തലവേദനയായിരുന്നു. അവൾ കിടന്നു. ഓ ഹരി, 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 എന്റെ മോളോട് ഹരി, അത് ഓ അയ്യോ എന്റെ മോളോട് ഇത് പറയാൻ എന്റെ മോളെ കൊന്നത്. നിങ്ങൾ ഒറ്റയെടുത്തേക്കാണ് എന്റെ മോളെ മരിച്ചത്. സാർ, ഇവന്റെ പേര് ശ്യാമൻ. ഇവൻ കാരണമാണ് നമ്മുടെ ASI തോമസിന്റെ മകള് സൂസൈഡ് ചെയ്തത്. ഇവൻ അവളെ പ്രേമിച്ച് അവൾക്ക് ഡ്രഗ് കൊടുത്ത് സെക്ഷലി അബ്യൂസ് ചെയ്തു. അത് ഇവന്റെ റിവെഞ്ച് ആയിരുന്നു. ഈ തോമസും അയാളും തമ്മിൽ എന്തായിരുന്നു ഇഷ്യൂ? സാർ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തോമസ് ഈ പയ്യനെതിരെ ഒരു പോക്സോ കേസ് എടുത്തിരുന്നു. 16 വയസ്സുള്ള പെൺകുട്ടിയുമായുള്ള ഒരു പ്രേമം. അന്ന് ആ പെൺകൊച്ചിന്റെ പ്രായോർത്ത് കേസൊന്നും എടുക്കരുതെന്ന് ഇരു വീട്ടുകാരും തോമസിനോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കാർ ഫോർവേഡ് ചെയ്ത കേസായിരുന്നു. തോമസിന് ആ കേസ് എടുക്കേണ്ടി വന്നു. എന്തൊക്കെ സെക്ഷൻ ഇടാവോ അതൊക്കെ ഇട്ടോണം. അവൻ ഈ കേസിൽ ഊരിപ്പോയിരുന്നു. ഷോ സാർ. സാർ, ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്.
നീ ഒന്ന് സമാധാനപ്പെടും. എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞാൽ നീ അവനെ പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വിളിക്കും. ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. സ്റ്റേക്കാം, ഞാൻ അങ്ങോട്ട് എത്തിക്കോളൂ. ആടാ, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. അല്ലെങ്കിൽ ആവശ്യമുണ്ടെന്ന് വിളിച്ചേക്കാം. ശരി ശരി. ഒരു ബോക്സോ കേസിൽ പഠിച്ചിട്ട് പറയായിരുന്നു നമ്മുടെ തോമസ് സാറിന്റെ. ഞാൻ ഇപ്പൊ വിളിക്കാം. ആ നീക്ക് എന്താ ഉണ്ടാക്ക്? ഒരിക്കലും ഉണ്ടാക്കിയതല്ലേ, എന്നിട്ട് എന്തായി? എനിക്കിട്ട് പണിതാ, നിനക്ക് എല്ലാത്തിനും ഞാൻ പണിയും. തോമസ് സാറേ, മോളുടെ വീഡിയോ കാണണ്ടേ? ആ ലാപ്ടോപ്പിലുണ്ട്, ഒന്ന് കാണ്. വീഡിയോ സാറേ. ആ ലാപ്ടോപ്പിൽ മാത്രമല്ലോ, വേറെ പലയിടത്തും ഞാൻ വെച്ചിട്ടുണ്ട്. എന്നെ ഈ കേസ് നടത്താക്കിയ നിന്റെയൊക്കെ പെമ്മക്കളുടെ തുണിയില്ലാത്ത വീഡിയോ ഈ ലോകം കാണും. ഒന്നുമില്ല സാറേ. കാണിച്ചു കൊടുക്കും സാറേ. അല്ല ഒന്നുമില്ല സാറേ. ഓപ്പൺ ചെയ്യാൻ സാറേ. വേണ്ട സാറേ, വേണ്ട. ഓയ് അവർ പൊണ്ണു. അയ്യോ അയ്യോ ഓ അയ്യോ இப்படிதானே இருக்கும் அவருக்கும். ஓ ஐயோ போயிட்டான். ஐயோ അയ്യോ പേടിക്കരുത് മോളെ. ഇനി എന്താണെങ്കിലും നമ്മളിത് ഹാൻഡിൽ ചെയ്യും. നീയാ ഞങ്ങൾക്ക് വരും. ഒന്നുമില്ല. ഡോണ്ട് വരി, ഡോണ്ട് വരി. ഓക്കെ ഓക്കെ. മോളെ മോളിവിടെ ഇരിക്കാം. ഓക്കെ പോച്ച് പോച്ച്. ഓ ഇത് തങ്കച്ചി. പറയുന്നത് സമാധാനമായിട്ട് കേൾക്കാം. പറയുന്നത് കേക്ക്. ഹരി അവളാകെ ഡിപ്രസ്ഡാ. ഈ നേരത്തെ ഇങ്ങനെയല്ല പെരുമാറണ്ടായി. അവളെ ഡ്രഗ് കൊണ്ട് ട്രാപ്പ് ചെയ്താ. ഓ ഞാൻ കണ്ടത്
ആ പുരിത് ഹരി അവള് നമ്മുടെ മോളെ ഹരി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചേ സംഭവിക്കില്ലടി ഓ അയ്യോ ஓ இந்த இது பார்த்ததுனாலயா മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് കൃഷ്ണപ്രിയയുടെ അച്ഛൻ അല്പസമയം മുമ്പ് സംസാരിച്ചത്. 17 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ മകളെ അങ്ങേയറ്റം മാനസിക സംഘർഷത്തിലാക്കുകയായിരുന്നു CI ഹരിശങ്കർ. കടുത്ത സമ്മർദ്ദത്തിലാക്കിയതിനെ തുടർന്നാണ് മകൾ ആത്മഹത്യ ചെയ്തത്. ഇതിനെതിരെ എനിക്ക് ആകെ ഉണ്ടായിരുന്ന മോളായി കിടക്കുന്നത് എന്റെ കുഞ്ഞിന് നീതി കിട്ടണം. CI ഹരിശങ്കറിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. ഏതറ്റം വരെ ഞാൻ പോകും. ഇനി ഒരു കുടുംബത്തിന് ഈ ഗതി കെട്ടാൽ അത്രയ്ക്ക് പറയാം. ഹരിയുടെ മെന്റൽ ഹെൽത്തിനെ പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. സൈക്കാട്രിക് പേഷ്യന്റ് ആയ ഒരാളെ ഫോഴ്സിൽ വെക്കാൻ പാടില്ല എന്നാണ് നിയമം. ഷാഹുൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര സിവിയർ ആയിട്ടുള്ള സൈക്കാട്രിക് പ്രോബ്ലം ഒന്നും ഹരിശങ്കറിന് ഇപ്പൊ ഇല്ല. മകളുടെ മരണത്തിന്റെ ഉത്തരവാദി താനാണെന്നുള്ള കുറ്റബോധം കാരണമാണ് അന്ന് അയാൾക്ക് മെമ്മറി ലോസ് സംഭവിച്ചത്. തന്റെ മകൾ മരിച്ചതുപോലെ മറ്റൊരു പെൺകുട്ടിയുടെ തൂങ്ങിമരണം കാണാനിടയായത് ആ മെമ്മറീസിനെ ട്രിഗർ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഹരിശങ്കറിനോട് ഇന്ന് സംസാരിച്ചിരുന്നു. ഹീസ് കംപ്ലീറ്റ്ലി ഫങ്ഷണൽ ആൻഡ് നോർമൽ നോ. അയാളൊരു സാധാരണ കേസ് അന്വേഷണത്തിന് പോയതാണ്. പക്ഷെ അവിടെ കണ്ടെത്തിയ 3 മാലകളിൽ ഒരെണ്ണം അയാളുടെ മകളുടേതാണെന്ന് അയാൾ തിരിച്ചറിയുന്നു. മകൾക്ക് സംഭവിച്ചത് മോഷണം മാത്രമല്ല, മകൾ അബ്യൂസ് ചെയ്യപ്പെടുകയായിരുന്നു എന്നുള്ള തിരിച്ചറിവ് അയാളെ സംബന്ധിച്ച് വളരെ ഡിസ്റ്റർബിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഈ കേസിൽ ഇമോഷണലി വളരെ കണക്റ്റഡ് ആണ്. അയാളൊരു പോലീസുകാരൻ മാത്രമല്ലല്ലോ, അയാളൊരു അച്ഛനും കൂടിയല്ലേ. ஓய் தலைவன் வேற மாதிரி ചിത്ര, നീ ഷാവിലും പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ജീവിച്ചിരിക്കുന്ന ഒരു കുഞ്ഞുകൂടി എനിക്ക് ബാക്കിയുണ്ട്. ഡെയിലി ഈ ട്രോമയിലൂടെ പോകുന്ന അവളുടെ ഫ്യൂച്ചർ എന്താണെന്ന് നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ചിത്ര സംസാരിക്കുന്നുണ്ട്. ഇത് ഞാൻ ഡോക്ടറെ മീറ്റ് ചെയ്തിരുന്നു. നീ വിചാരിക്കുന്ന പോലത്തെ ഇഷ്യൂ ഇല്ലിപ്പോ. ഞാൻ പുറത്ത് നിൽക്കാം. ഹരി പ്ലീസ്, നിങ്ങളെ കാണുമ്പോൾ തൂങ്ങി നിൽക്കുന്ന എന്റെ മോളുടെ മുഖം മുന്നിൽ. I will never forgive you for that. சூப்பராக இருந்துச்சு. ஒவ்வொரு சீன்லேயும் வந்து பார்த்தீங்கன்னா ஒரு எப்படி சொல்கிறது, ஒவ்வொருத்தரும் வந்து பார்த்தீங்கன்னா மர்டர் வந்து ஆகிட்டே இருக்காங்க. இவரோட பொண்ணு வந்து பார்த்தீங்கன்னா யாரோ மிஸ்யூஸ் பண்ணி தான் வந்து பார்த்தீங்கன்னா அவங்களே வந்து பார்த்தீங்கன்னா சூசைட் வந்து பண்ணியிருக்காங்க. இது ஏன் எதுக்கு செய்கிறாங்கன்னு சொல்லிட்டு வந்து கன்ஃபியூஸாகவே வந்து இருக்குது. ஜெகதீசன் சார் பொண்ணு கூட வந்து பார்த்தீங்கன்னா சூசைட் வந்து பண்ணியிருப்பாங்க. அது வந்து ஒரு நகைக்கோசரமா என்னன்னு சொல்லிட்டு தெரியல. அதுவும் வந்து பார்த்தீங்கன்னா ஒரு சஸ்பென்ஸாக இருக்குது. ஃபஸ்ட்டில் ஆரம்பத்திலே வந்து ஒரு இன்ஸ்பெக்டர் வந்து பார்த்தீங்கன்னா அவங்களும் வந்து பார்த்தீங்கன்னா தூக்கல, எல்லாமே வந்து பார்த்தீங்கன்னா தூக்கில் தான் வந்து தொங்கியிருக்காங்க. ஒவ்வொரு சீனுமே வந்து பார்த்தீங்கன்னா ஒரு எப்படி சொல்கிறது, சஸ்பென்ஸாக வந்து போயிட்டுருக்கு. அடுத்தடுத்து என்ன சீன் வரப்போன்னு சொல்லிட்டு பார்த்தா தான் சொல்லிட்டு தெரியும். ஓகே, இந்த வீடியோ கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சா மறக்காம இந்த வீடியோ
வீடியோக்கு லைக் பண்ணிட்டு நீங்கள் சப்ஸ்கிரைப் பண்ணாமல் நீங்கள் பார்த்தீங்கன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். இது போல் நல்ல வீடியோ நம்ம நெக்ஸ்ட் சந்திப்போம். பாய்.